ഹലോ, അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോക്ക് സ്വാഗതം. ഇതൊരു ഈവനിങ് വ്ളോഗ് കേട്ടോ. അതല്ല, ഇത് ഈവനിങ് വീഡിയോ ആണ്, പുതിയൊരു വീഡിയോ. അപ്പം എന്തായാലും വീഡിയോക്ക് കിടക്കുന്ന മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക, എന്നാലേ ഞാനിരുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. എന്നാൽ വീഡിയോക്ക് പോവാം. എന്താ കണ്ണനും എന്താ ശ്രീക്കും അൻവി നവ്യൊക്കെ അതാ ആ ആടുംകുട്ടിയായിട്ട് കളിക്കട്ടോ. കണ്ണൻ തോടുന്നു. ഞങ്ങൾ പിന്നെ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ അമ്മമ്മൻ്റെ ചേച്ചിൻ്റെ മോൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അവിടേക്ക് പോകുന്നുണ്ട്. ഇവിടുത്തെ ബസ് സ്റ്റാൻഡിൽ ബസ് സ്റ്റോപ്പ് കേട്ടോ. ഇവിടുത്തെ ബാക്കിയുള്ളത് ഞങ്ങൾക്ക് അവിടെ പിന്നെ ബസ്സിന് കാത്തിക്കുക. അവിടെ നിന്നിട്ട് എന്താടി എന്താ പാടുന്നേ. ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ബസ് കേട്ടോ. ഇവിടൊക്കെ പിന്നെ വീടുകളുണ്ട്, ബാക്കിലൊക്കെ വീടുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ബസ് ഇട്ടിട്ടു. ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിൽ പെണ്ണുങ്ങൾക്ക് ബസ്സിന് പൈസ വേണ്ട, ഫ്രീ ടിക്കറ്റാണ്. അതായത് നമുക്കൊന്നും വേണ്ട, പൈസ കൊടുക്കേ വേണ്ട. ആണുങ്ങൾക്കാണെങ്കിലും നമ്മൾ ഇത്രയും ദൂരം പോയതിന് 10 രൂപയുള്ളൂ. എത്ര മണിക്കൂർ ഇരുന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് ഇരുന്നുണ്ടാവും തോന്നണം. എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് ഇരുന്നുണ്ടാവും. അതിന് വെറും 10 രൂപയെ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഒരു വിധത്തിൽ പറഞ്ഞാൽ നമുക്ക് തമിഴ്നാട് മെച്ചമെന്ന് തോന്നും. എന്നുവെച്ചാൽ പലതരത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടണം, നല്ല നല്ല ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതിലൂടെ ഞാൻ പറഞ്ഞിട്ട് തമിഴ്നാട് മെച്ചം എന്നുള്ളത്. പിന്നെ നമ്മൾ പോയ വണ്ടിയും തമിഴ്നാട്ടിലത്തെ സർക്കാരിൻ്റെ വണ്ടിയാണ്. നമ്മൾ KSRTC പറയുന്നത് അതുപോലെ സർക്കാരിൻ്റെ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ആ വണ്ടിയിൽ നമുക്ക് പൈസ വേണ്ട, പെണ്ണുങ്ങൾക്ക് പൈസ വേണ്ട. അപ്പോൾ പിന്നെ ടിക്കറ്റ് നിരക്കോ പൈസ കുറവാണ്. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ പോയ സ്ഥലത്തേക്ക് വെറും 10 രൂപ വാങ്ങിയിട്ടുള്ളൂ. ഇതാ ബസ് കയറി, ബസ് ഇറങ്ങിയിട്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് നടക്കാണ്ട് കേട്ടോ ഓരോ വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ അവിടേക്ക് നടന്നു പോവാണ്. കുഴപ്പമില്ല, ഇതും ഒരു ഗ്രാമം തന്നെ. ഇവിടെ ഉള്ള മിക്കവാറും വീടുകൾ ഗ്രാമം തന്നെയാണ് കേട്ടോ. എല്ലാവരും അതാ പോണ്. കുട്ടികളൊക്കെ ഇതാ ഉറങ്ങുക കേട്ടോ. ശ്രീകുട്ടി, കണ്ണൻ, അൻവി. ശ്രീകുട്ടി ബസ്സിൽ നിന്ന് ഉറങ്ങിയിരുന്നല്ലോ, കുറച്ച് നേരം ഉറങ്ങിയിരുന്നു. പിന്നെ ഇവിടെ എത്താൻ നാട്ടിൽ നെയ്പ്പിച്ചാണ്. അല്ല, അമ്പിയും കണ്ണനും നന്ദുട്ടി, ഇവർ 3 ആളും ഉറങ്ങാണ്. ഇനി ഇവിടുന്ന് ഞങ്ങൾ നടന്നെത്തിവരെ വീട്ടിലെത്തിട്ടോ. എന്താ ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, ആദ്യം വന്നവർക്ക് നമ്മളവിടെ ചായ വെള്ളം കൊടുക്കും, ചായ ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കും. ഇവിടെ നമ്മൾ സാധാ വെള്ളം ഉണ്ടാവില്ലേ, ആ വെള്ളം മൊന്തയിൽ മൊന്തയിൽ മൊന്ത, അതിനെ ഞാനും പറഞ്ഞത്. അപ്പം മൊന്തയിൽ കൊടുക്കും. അപ്പം ഞങ്ങളത് കുടിച്ചിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളുള്ളൂ. ബാക്കിൽ നമ്മൾ വാഷിംഗ് മെഷീനും ബാത്റൂമും കാര്യങ്ങളുണ്ട്, തോരടാനും. പിന്നെ ഇത് അടുക്കള ഇതാ ഒക്കെ ഉണ്ട്. ഇത് അമ്മമ്മൻ്റെ അടുത്തിൻ്റെ മോൻ്റെ വീടാണ് കേട്ടോ. അപ്പം അതായത് എൻ്റെ മാമൻ്റെ വീടാണ്. CC ക്യാമുണ്ട്. പിന്നെ കണ്ണനും അൻവിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവർ നല്ലവർക്കാണ്. കണ്ണനും അൻവിയുടെ കണ്ണനും നന്ദു, ഇവർ നല്ലവർക്കാണ്. ഇതാ ഈ ഒരു അക്കുറി ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇവരെ ഫ്രണ്ടായിട്ടത്. ഇവിടെ മുന്നിലൊക്കെ അത്യാവശ്യം ഉണ്ട്. ഇത് അവരെ വളർത്തുന്ന നായാണ് തോന്നുന്നത്. ഇതങ്ങനെ നോക്കി നിൽക്കല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ ലവ് ബേർഡ്സ് ഉണ്ട് ഇവിടെ. വാ, അയ്യോ അയ്യോ നവ്യ ഇവിടെ. ആ ഓ, അമ്മ ഇവിടെ ഉണ്ട്. ലവ് ബേർഡ്സ് ഇത് അവിടെ ഉണ്ട്. ആ അവിടെ നിന്നാ മതി. അണ്ണിയെ നായ ഉണ്ട് കേട്ടോ അവിടെ. അവിടെ നിന്ന് ഇറങ്ങിക്കോ. ആരാണ് ഓൾ അവിടെ കയറി? മാങ്ങല്ലേ, ഇതെന്ത് മാങ്ങ? അൽഫോൺസേ പോലത്തെ ഒരു വ്യൂ ആട്ടോ. ഞങ്ങൾ ആ റോട്ടിനട്ടോ വന്നത്. അതാ ആ റോട്ടിന് അവിടേക്ക് ആണ് ബസ് ഇറങ്ങിയത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇവരാദ്യത്തെ വീടേന്ന് തോന്നുന്നു ഇത്, ഈ ഷീറ്റിട്ട്. പിന്നെ ഒരു മാറയാണ് ഇങ്ങോട്ട്. അത് അമ്മയൊക്കെ വരുന്നത്. ഇവിടെ മാങ്ങണ്ട്. പിന്നെ ഇവിടെ മാങ്ങണ്ട്. ഇവിടെ എന്താ മാങ്ങണ്ട് കണ്ട. നല്ല ഇതെന്താ മാങ്ങ നിൽക്കാറില്ല കേട്ടോ. എന്താ പേര് പറഞ്ഞേ മാങ്ങ പറയണേ.
ഇവിടെ എന്താ പറയുക അറിയില്ല. റെഡ് കളറിൽ ഇതായിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലുണ്ട് നല്ല പഴുത്തുണ്ട്. അതിൻ്റെ ഉള്ളിൽ കാണിച്ചത് ഞങ്ങൾക്ക് താഴത്തുനിന്ന് നല്ല പഴുത്തൊരു മാങ്ങ കഴിച്ചിട്ടുണ്ട്. അതാണ് കേട്ടോ മാമൻ. അപ്പോൾ മാമൻ ജോലി കഴിഞ്ഞ് വന്ന് ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങി തന്ന് ഇതാ പിള്ളേരിതാ മിഠായും പിള്ളേർക്ക് മിഠായും കാര്യങ്ങളൊക്കെ ആക്കി അവിടെ. അപ്പം സമയം രാത്രി ഒരു എത്ര മണി 7:30 ആയിട്ടോ. എന്നുവെച്ചാൽ ഞങ്ങൾ പോണത് അമ്മമ്മൻ്റെ അച്ഛനൊക്കെ ഒരു ഇതാക്കിയൊരു വീടുണ്ട്, പഴയ വീടാണ്. അത് പൊളിഞ്ഞിരുന്നു. ഇപ്പോൾ പിന്നെ ഒരു ഷീറ്റൊക്കെ ഇട്ട് വെറുതെ മറിച്ചാണ്. അപ്പോൾ അവിടെ പോയിട്ട് അങ്ങനെ നമ്മൾ അകത്ത് വെച്ച് കൊടുക്കുക അങ്ങനത്തെ ഒക്കെ പരിപാടി ഉണ്ടാവില്ലേ നമ്മളിപ്പോൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഇവിടുത്തെ ഉത്സവം കഴിഞ്ഞിട്ട് അങ്ങനെ ഇവിടെ അകത്ത് വെച്ച് കൊടുക്കലുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം നിന്ന വീടിൻ്റെ ഭാഗമാണ് ഞങ്ങൾ കാണിച്ചു തരാം. അമ്മേ കെട്ടിയിട്ടില്ല? കെട്ടിണില്ലേ? ആരാ? നന്ദു? നന്ദു അതാരാ? ആടുണ്ണി. കോഴിയോ? കോഴിൻ്റെ കൂടാണത്. കണ്ടോ കോഴി? അതിൻ്റെ ഉള്ളിൽ അതിനുണ്ട് കോഴിയുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരു പക്കാ ഗ്രാമപ്രദേശമാണ്. ഉണ്ടോ? ഇവിടെയും ഇവിടെയായിട്ട് 2 സൈഡായിട്ട് വീടും കാര്യങ്ങളൊക്കെ. ഇതെന്ന് വെച്ചാൽ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഒരാളെ വീഡിയോ കേട്ടോ. ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കി തരും, മാവും തരും കേട്ടോ. അതാ ഇവരെ വീടാട്ടോ. ഇവരെ വീടാട്ടോ ഉള്ളത്. ഇപ്പം അല്ല, പിന്നെ വരണ്ട്. അപ്പോൾ അവരുടെ വീടാണ്. ഞങ്ങൾ ഇവിടുന്ന് ഇഡ്ഡലി മാവൊക്കെ വാങ്ങിക്കൊണ്ടുപോകണം. ഇവിടുന്ന് വന്നിട്ട് വാങ്ങിക്കൊണ്ടുപോവുക. ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, ചട്നി ഉണ്ടാവും, സാമ്പാറുണ്ടാവും. അപ്പോൾ നമ്മൾ ഹോട്ടൽ പോലെ വീട്ടിലത്തെ ഒരു ഹോട്ടൽ കണ്ടോ. ഇവിടെ വൈകുന്നേരം ഇപ്പോൾ ആൾക്കാരിരിക്കുന്നത്. നന്ദു പിന്നെ നല്ല കുറുമ്പ് കാട്ടുണ്ട് കേട്ടോ. ഓൾക്ക് ഫോണിൽ കൂടിയാണ് ഓളെ പപ്പരെ ചോദിക്കൽ കേട്ടോ. കാട്ടണോക്ക് നാവുകൊണ്ട് കാട്ടി കൊടുക്കണേ സുധിയാട്ടന്. ഇതാ ശ്രീക്കുത പോണ്. ഈ കോളനി പോലെ 2-3 കോളനി ഉണ്ട്. ഒരു ഭാഗം ഇവിടെ, ഒരു ഭാഗം അപ്പുറത്തെ സൈഡ്, പിന്നെ ഒരു ഭാഗം അപ്പുറത്തെ സൈഡ്. അങ്ങനെ 3 സൈഡായിട്ട് കോളനി പോലെ ഇതേപോലത്തെ വീടുകളും തമ്മിലുള്ളത്. അത് കെട്ടില്ല കേട്ടോ അണ്ണിയെ. കണ്ടോ അവിടെയൊക്കെ കണ്ടോ കോളനി ഭാഗം കേട്ടോ. അവിടെ ഇതാ ഇവിടേക്ക് അതാ വേറൊരു കോളനി. വേറെ അല്ല, ഒരു കോളനിയാണ്. ഓരോ ഇങ്ങനെ ഭാഗങ്ങളുണ്ടാവില്ലേ. പിന്നെ ഇതാ ഞങ്ങൾ വരുമ്പോൾ ഒരു കടയെന്ന്, ഇപ്പോഴും കട തന്നെയാണ് തോന്നുന്നത് കേട്ടോ. ഇപ്പം അടച്ച് തോന്നണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നായിരുന്നു സാധനങ്ങളൊക്കെ വാങ്ങാം എപ്പോഴും. ഞങ്ങൾ ആദ്യം നിന്ന വീട് കാണിച്ചു തരാം. ഇതൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട്സാട്ടോ, രശ്മി പ്രിയ. പിന്നെ ഗണേശിൻ്റെ ഇവിടെയൊക്കെ വീട് പുതിയത് വന്നിട്ട് ഇവിടെയും ഞങ്ങൾ ആദ്യം ഈ വീടും പിന്നെ അവിടെ ഒരു വേറെ വീടുണ്ടായിരുന്നു. ആ 2 വീടായിട്ട് താമസിച്ചത്. ഇതൊക്കെ അറിയുന്ന ആൾക്കാരുടെ വീടാട്ടോ. അപ്പം അത് വേറെ പുതിയ വീട് ഇവിടെ ഉണ്ടാക്കിയാണ്. പിന്നെ അമ്മൂമ്മൻ്റെ ഓരോ ശരിക്കത്തെ വീട് ഇതാ അങ്ങനെ പോയിട്ട് ഇവിടെയൊക്കെ ആയിരുന്നു സ്ഥലം. ഈ ഭാഗമൊക്കെ ഇതാ ഈ ആര്യവേപ്പും തെങ്ങൊക്കെ ഉള്ളിടത്തൊക്കെ സ്ഥലമായിരുന്നു. ഇപ്പോൾ കൊടുത്താട്ടോ. പിന്നെ ഇതാ ഇവിടെ വേറൊരാൾ ഇപ്പോൾ ഷീറ്റ് വെച്ചിട്ട് ഇവിടെ അവർ താമസിക്കുന്നുണ്ട്. അതാ എന്തേ ഞാൻ ഇവിടുന്ന് വന്നല്ലേ വിളിച്ചത്. ഞാൻ കാണിച്ചിട്ടുണ്ട്. നല്ല കാറ്റുണ്ട്, നല്ല കാറ്റുണ്ട്. കണ്ട കാറ്റ് വീശുന്നുണ്ട്. ഇതോ അങ്ങനെ നമ്മളെ പോയ കാര്യം, അതായത് നമ്മൾ മാമൻ്റെ അടുക്ക് പോയി വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മമ്മൻ്റെ അച്ഛന് നമ്മളിങ്ങനെ അകത്ത് വെച്ച് കൊടുക്കുമല്ലോ. നമ്മളിപ്പോൾ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കില്ല. അങ്ങനത്തെ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്കായിട്ട് പോകണത്. അപ്പോൾ അമ്പലത്തിൽ പിന്നെ ഇന്ന് രാത്രി പരിപാടിയുണ്ട്. രാത്രി പരിപാടി തന്നെ അവിടെ പൊങ്കൽ അങ്ങനെ. ഞങ്ങൾ അമ്പലത്തിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ടോ. അപ്പോൾ പിന്നെ സുധിയേട്ടനും അച്ഛനും അമ്മമ്മയൊക്കെ പിന്നെ വന്നത്. അപ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. പിള്ളേർക്ക് നവ്യ പിന്നെ ഈ ഒരു ബബിൾസ് വാങ്ങിക്കൊടുത്ത്, നന്നായി ബബിൾസ് വാങ്ങിക്കൊടുത്ത്. കണ്ണൻ്റെ കണ്ടോ പോയത്. പിന്നെ നന്ദു അതൊരു ഫോണും വാങ്ങിന്. അപ്പം ഇവരെ എല്ലാവരും ഇതുകൊണ്ട് കളിക്കുകയാണ്. പിന്നെ നല്ല കാറ്റുണ്ട് കേട്ടോ. നല്ല സുഖമാണ് ഈ ആര്യവേപ്പിൻ്റെ മരത്തിൻ്റെ ചോട്ടിലൊക്കെ ഇരിക്കാൻ പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ അറിയണവരാട്ടോ. അപ്പോൾ വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ പോവാട്ടോ. അപ്പം അങ്ങനെ അതാ പൊങ്കലിടുന്നുണ്ട് കേട്ടോ.
നമ്മളിവിടെ നമ്മളാറ്റുകാൽ പൊങ്കാല പറയണ പോലെ അവിടെ അതേപോലെ എല്ലാവരും പൊങ്കാല ഇടുന്നുണ്ട്. പൊങ്കാല ഇടുന്നുണ്ട്. ചിലർക്കൊക്കെ അരി തളിച്ച് വന്നിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത്. ആദ്യമായിട്ടല്ല, ഇവിടെ വരുമ്പോൾ കാണലുണ്ട്. പക്ഷെ ഇങ്ങനെ അടുത്ത് പോയിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ അവിടെ ഇരിക്കലാണ് ചെയ്യൽ. ഇവിടെ എന്ന് വെച്ചാൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ പിന്നെ ഈ ഒരു സൈഡിൽ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ കുറച്ച് നേരം കൂടി അവിടെ ഇരുന്നത് കണ്ടിട്ട് പിന്നെ ഞങ്ങൾ പോയി കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ തമിഴ്നാട്ടിലത്തെ ഒരു ഈവനിങ് വ്ളോഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.